നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ന്യായം വിധിക്കുമോ? രക്തപാതകമുള്ള പട്ടണത്തെ നീ ന്യായം വിധിക്കുമോ? എന്നാൽ നീ അതിൻ്റെ സകല മ്ലേച്ഛതകളെയും അതിനോട് അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നിന്റെ കാലം വരുവാൻ തക്കവണ്ണം നിന്റെ നടുവിൽ രക്തം ചൊരിഞ്ഞ് നിന്നെ തന്നെ മലിനമാക്കേണ്ടതിന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന നഗരമേ, നീ ചൊരിഞ്ഞ രക്തത്താൽ നീ കുറ്റക്കാരിയായി തീർന്നു. നീ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളാൽ നീ നിന്നെ തന്നെ മലിനമാക്കിയിരിക്കുന്നു. നിന്റെ നാളുകളെ നീ സമീപിക്കുമാറാക്കി. നിന്റെ ആണ്ടുകൾ നിനക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ജാതികൾക്ക് നിന്ദയും സകല ദേശങ്ങൾക്കും പരിഹാസ വിഷയവുമാക്കിയിരിക്കുന്നു. നിനക്ക് സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരും ആയിരിക്കുന്നവർ ദുഷ്കീർത്തിയും ബഹുതുമൂലവും ഉള്ള നിന്നെ പരിഹസിക്കും. ഇസ്രായേൽ പ്രഭുക്കന്മാർ ഓരോരുത്തനും തന്നാൽ കഴിയുന്നിടത്തോളം രക്തം ചൊരിയുവാനത്രേ നിന്നിൽ ഇരിക്കുന്നത്. നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു. നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു. നിന്നിൽ വെച്ച് അവർ അനാഥനെയും വിധവയെയും ഉപദ്രവിക്കുന്നു. എൻ്റെ വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച് എൻ്റെ ശബ്ബത്തുകളെ അശുദ്ധമാക്കുന്നു. രക്തം ചൊരിയേണ്ടതിന് ഏഷണി പറയുന്നവർ നിന്നിലുണ്ട്. പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട്. നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു. നിന്നിൽ അവർ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കുന്നു. നിന്നിൽ വെച്ച് അവർ ഋതുമാലിന്യത്തിന് ഇരിക്കുന്നവളെ വഷളാക്കുന്നു. ഒരുത്തൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. മറ്റൊരുത്തൻ തൻ്റെ മരുമകളെ ദുർമര്യാദ പ്രവർത്തിച്ച് മലിനയാക്കുന്നു. വേറൊരുത്തൻ നിന്നിൽ വെച്ച് തൻ്റെ അപ്പൻ്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു. രക്തം ചൊരിയേണ്ടതിന് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു. പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിൽ ഉണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാനത് അരുളിച്ചെയ്തിരിക്കുന്നു. ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചിതറിച്ച് നിന്റെ മല്യത നിങ്കൽ നിന്ന് നീക്കും. ജാതികൾ കാണെ നീ നിന്നിൽ തന്നെ മലിനയായിത്തീരും. ഞാൻ യഹോവയെന്ന് നീ അറിയും. യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാ, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് ഇഷ്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെള്ളിയവും ഇരുമ്പും കർത്തിയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെല്ലാവരും കിട്ടമായി തീർന്നിരിക്കൊണ്ട് ഞാൻ നിങ്ങളെ യെരൂശലേമിൻ്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കർത്തിയവും വെളുത്തിയവും ഉലയുടെ നടുവിലിട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകുന്നത് പോലെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയായ ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അതിനോട് പറയേണ്ടത്, ക്രോധ ദിവസത്തിൽ നീ ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ദേശമായിരിക്കും. അതിൻ്റെ നടുവിൽ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ട് അലറി ഇര കടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അത് അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവരുടെ നടുവിൽ വിധവമാരെ സൃഷ്ടിക്കുന്നു. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ
ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാകേണ്ടതിന് ഈ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളെപ്പോലെ തന്നെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിപ്പാനും നോക്കുന്നു. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെ ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ ക്രോധാഗ്നി കൊണ്ട് അവരെ മുടിച്ച് കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നുവെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഈ 22-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ 14-ഉം 30-ഉമാണ്. 14-ൽ നാം വായിച്ചത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ, യഹോവയായി ഞാനത് അരുളി ചെയ്തിരിക്കുന്നു. 30-ാം വാക്യം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താൻ. ഇസ്രായേലിനെ ദൈവം എന്തുകൊണ്ട് ന്യായം വിധിക്കുന്നു എന്ന് ദൈവം എസെക്കിയേലിനോട് വിശദീകരിക്കുന്നതാണ് 22-ാം അധ്യായം. 3-ാം വാക്യം പറയുന്നത്, അവർ വിഗ്രഹങ്ങൾ ഉള്ള ദേശത്ത് പോയി വിഗ്രഹാരാധന നടത്തുകയോ ഇവിടെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയോ അല്ല, മറിച്ച് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവരായിരിക്കുന്നു. യെരൂശലേം വിഗ്രഹം ഉണ്ടാക്കുന്ന സ്ഥലമായി, വിഗ്രഹം വിൽക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ, അതായത് ലോഹങ്ങൾ ഉരുക്കി വിഗ്രഹം ഉണ്ടാക്കുന്നത് പോലെ, ഇസ്രായേലിനെ ദൈവം തീയിലിട്ട് വെള്ളി ഉരുക്കുന്നത് പോലെ, അല്ലെങ്കിൽ താമ്രവും ഇരുമ്പും കാരിയവും വെളുത്തിയവും ഒക്കെ ഉരുക്കുന്നത് പോലെ ഉരുക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, കാതുണ്ടെങ്കിലും കേൾക്കാത്ത, നാവുണ്ടെങ്കിലും സംസാരിക്കാത്ത വ്യാജ ദൈവമായതുകൊണ്ട് ഒരു നിയമവും ഇല്ല. കാരണം അവരുടെ ദൈവം കാണുന്നില്ല, കേൾക്കുന്നില്ല. അതുകൊണ്ട് നിയമരാഹിത്യമാണ്. നിയമരാഹിത്യം മൂലം രക്തച്ചൊരിച്ചിൽ നിത്യ സംഭവമായിരിക്കും. അപ്പനെ അമ്മയും പുച്ഛിക്കുക, പരദേശിയെ പീഡിപ്പിക്കുക, അനാഥരെയും വിധവകളെയും ഉപദ്രവിക്കുക, എളിയവനെയും ദരിദ്രനെയും പിടിച്ചു പറിക്കുക, അങ്ങനെ ധനികരാകാൻ ശ്രമിക്കുക, അങ്ങനെ തടിച്ചു കൊഴുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഇതായിരുന്നു അക്കാലത്തെ ഇസ്രായേലിൻ്റെ സംസ്കാരം. പ്രവാചകന്മാരാണെങ്കിൽ അവർ കള്ളപ്രവചനം നടത്തുകയാണ്. യഹോവ അരുളി ചെയ്യാതെ തന്നെ അവർ പറയുന്നു യഹോവ അരുളി ചെയ്തിരിക്കുന്നുവെന്ന്. അത് പണത്തിനു വേണ്ടിയായിരുന്നു. പുരോഹിതന്മാർ ദേവാലയത്തെ മലിനമാക്കുന്നു. ദേവാലയത്തിൽ പോലും വിഗ്രഹങ്ങൾ കൊണ്ട് അവർ സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ദൈവന്യായപ്രമാണത്തിലൂടെ നൽകിയിരിക്കുന്ന കുറെ ധാർമ്മികവും സാമൂഹികവുമായ ചട്ടങ്ങളുണ്ടായിരുന്നു. അവരതിനെ കാറ്റിൽ പറത്തി ജാതികൾ പോലും ചെയ്യാത്ത ഹീനകൃത്യങ്ങൾ കുടുംബങ്ങളിലും സമൂഹത്തിലും അവർ ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് ന്യായവിധിയുടെ സമയം ആസന്നമായിരിക്കുന്നു. ദൈവം കാര്യം തീർക്കാൻ വരുന്നു. നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ, നീ ബലത്തോടിരിക്കുമോ എന്ന് ദൈവം ഇസ്രായേലിനോട് ചോദിക്കാൻ എസെക്കിയേലിനോട് പറയുകയാണ്. അവസാനം ഈ മ്ലേച്ഛതകളൊക്കെ കണ്ടിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഇടിവിൽ നിന്നുകൊണ്ട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ ഒരു പുരുഷൻ പോലും. ഇസ്രായേല് പാപം ചെയ്യുന്ന കാലത്ത് അയ്യോ ദൈവം ന്യായം വിധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിലവിളിച്ചവരും ദൈവമേ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവരുമായ ആളുകൾ ഉണ്ടായിരുന്നു. അഹ്റോനും മോശയും ശമൂവേലും ദാവീദും ഒക്കെ ആ ഗണത്തിൽപ്പെട്ടവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാപം ദൈവം എന്നും കണ്ടുകൊണ്ടിരിക്കുക. ദൈവം ദീർഘമായി ക്ഷമിക്കും, പക്ഷേ നിത്യമായി ക്ഷമിക്കുമെന്ന് വിചാരിക്കരുത്. അവൻ പാപത്തെ ശിക്ഷിക്കാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ കണ്ട് ഉണരുവാൻ ദൈവം നമ്മെ
ഏവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്ന് മുന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.